Watch full episodes on Jio Hotstar. ഇന്ന് ഈ വർഷത്തിന്റെ അവസാന ദിവസമാണ് ന്യൂ ഇയർ സെലിബ്രേഷൻ അടിച്ചു പൊളിക്കണം. ഭീം സിംഗ് വേഗമാവട്ടെ, ഇന്ന് വൈകിട്ട് എനിക്ക് പാർട്ടിയിൽ പാടാനുള്ളതാ. അതുകൊണ്ട് വേഗം പണിയൊക്കെ തീർക്ക്. എന്ത് നിങ്ങളിത് പാടുന്നുവല്ലോ? എടാ ചുമര ലംഘിക്കാനാ പറഞ്ഞേ, മേത്തേക്ക് വീഴാനല്ല. നാനി ഞാൻ പോകുവാണ്. ഇത് ഈ വർഷത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് പാർക്കില് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. വരട്ടെ, നിങ്ങളും വരാൻ മറക്കരുത് കേട്ടോ. ഓ, ഈ നശിച്ച പട്ടി കുറെ നേരമല്ലോ കുരയ്ക്കാൻ തുടങ്ങിയിട്ടാ. ഇനി കണ്ടോ. എന്റെ അമ്മോ, അയ്യോ, രക്ഷിക്ക്, ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ബോബി വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരൂ. കൃത്യസമയത്താ മോൻ വന്നത്, അല്ലെങ്കിൽ ഈ പട്ടി എന്നെ കടിച്ചു കീറിയനെ. അത് സാരമില്ല അങ്കിൾ, വീണ്ടും കാണാം. തീർച്ചയായിട്ടും വീണ്ടും കാണും ശിവ. ശിവ, എന്തിനാണ് ഈ സ്റ്റേജിൽ ഇത്രയും വലിയ കറുത്ത മെഷീൻ കൊണ്ട് വെച്ചിരിക്കുന്നത്? സ്റ്റേജിന്റെ പകുതി ഭാഗം തന്നെ തീർന്നിരിക്കുകയാണ്. കൂട്ടുകാരെ, ഇതാണ് ഡേ റെക്കോർഡർ. ഈ സാറ്റലൈറ്റ് ഇന്നൊരു ദിവസം വേദ നഗരത്തിലുള്ള എല്ലാവരും റെക്കോർഡ് ചെയ്യും. പാർട്ടിക്ക് ശേഷം ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യും. കാരണം അവസാന വർഷത്തെ എല്ലാ കാര്യങ്ങളും ഒരു തവണ കൂടി എല്ലാരും കാണുവാനായി. ഇതാകെ ബുദ്ധിമുട്ടാകുമല്ലോ. ഞാനും സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. ഈ ഡിവൈസിൽ ഇപ്പൊ എല്ലാം റെക്കോർഡായിരിക്കുണ്ടാവും. എന്റെ സർപ്രൈസ് ഇപ്പൊ ഒന്നുമല്ലാതെ പോയി. യൂടി, നീ വീഡിയോ പ്ലേ ആകുന്നതിന് മുമ്പ് ഗിഫ്റ്റ് തന്നേക്ക്. നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും താമസം പാടില്ല. ശരി, ഇനി ജോലി നോക്കാം. ശിവ വന്ന ബലൂൺ വീർപ്പിക്കട്ടെ. ഫുഡ് കൗണ്ടർ യൂടി നോക്കിക്കോളും. ആദ്യം ഞാൻ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തോളാം. തുടങ്ങാം. ബോസ് റെഡിയായി. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നടക്കണം, മനസ്സിലായോ? ടൈം മെഷീൻ നമ്മുടെ കൺട്രോളിലാക്കിയിട്ട് ഈ വേദ സിറ്റി മുഴുവനും നമ്മൾ കൊള്ളയടിക്കണം. പക്ഷേ ബോസ്, നമ്മൾ എങ്ങനെ അങ്ങോട്ട് പോകുക? അല്ല, നിങ്ങൾ രണ്ടുപേരും ആരാ? ഈ സ്റ്റേജ് അലങ്കരിക്കാനായിട്ട് ശ്യാമും ബബ്ലു എന്ന് പറഞ്ഞ ആളാണല്ലോ വരാനിരുന്നത്. അപ്പോ അവർ രണ്ടുപേരും ഇവിടെ. ഞാനാണ് ആരു. ഇതാണ് എന്റെ പാർട്ട്ണർ ഹെക്ക്. ബബ്ലുവിനും ശ്യാമിനും പനി വന്ന് കിടക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പണിക്ക് വന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല. ആര് പണി ചെയ്താലും മതി. ഇനിയെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്തോട്ടെ. സുഹൃത്തുക്കളെ, പുതിയ വർഷം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞുപോയ വർഷത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ പുതിയ വർഷത്തിനെ വരവേൽക്കുവാനായി നമ്മൾക്ക് എണ്ണാൻ തുടങ്ങാം. 10, 9, 8, 7, 5, 4, 3, 2, 1. ശരി, പുറത്തേക്ക് പോവാ. അല്ല, ഇതെന്താ വീണ്ടും ഇവർ ഈ ജോലി ചെയ്യുന്ന? ഭീം സിംഗ് എന്താ വീണ്ടും ഡെക്കറേഷൻ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഭീം സിംഗ് താഴേക്ക് വീഴുന്നു. എനിക്കെന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? എനിക്ക് അങ്കിൾ, ഇയാളെ ഞാൻ നേരത്തെ കണ്ടതാണല്ലോ. ഈ ഡോഗി ഇനി അയാളെ ആക്രമിക്കാനായിട്ട് പോകും. എന്റെ അമ്മോ, അയ്യോ, രക്ഷിക്ക്, ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ബോബി വേണ്ട, നീ ഇങ്ങോട്ട് വാ.
കൃത്യസമയത്താ മോൻ വന്നത്, അല്ലെങ്കിൽ ഈ പട്ടി എന്നെ കടിച്ചു കീറിയനെ. അത് സാരമില്ല അങ്കിൾ, വീണ്ടും കാണാം. കൂട്ടുകാരെ, ഇന്ന് നടക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ട്. ശിവ, നീ വന്നതേ ഒരുപാട് ലേറ്റായി, എന്നിട്ട് എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? ഇല്ലില്ല, ഞാൻ സത്യ പറഞ്ഞത്. യൂടി, നീ വേണേ മെഷീൻ നോക്കിയേ, ഇതൊരു ദിവസം മുഴുവൻ റെക്കോർഡാകും. നീ ആലോചിക്കുന്നത് നിന്റെ ഗിഫ്റ്റിനെ കുറിച്ച് ഈ മെഷീൻ റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യല്ലേ? അങ്ങനെ നിന്റെ സർപ്രൈസ് എല്ലാരും അറിയും, ശരിയല്ലേ? പിന്നെ രേവ, നീ എല്ലാവർക്കും ജോലി കൊടുക്കാനായിട്ട് ഒരു ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതില് ഞാൻ ബലൂൺ വീർപ്പിക്കുന്നത്, യൂടി ഫുഡ് കൗണ്ടർ നോക്കുന്നത്, പിന്നെ ആദ്യം നീയും ചേർത്ത് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇത് സമയത്തിന്റെ ഈ ഡേ റെക്കോർഡ് മെഷീന്റെ കുഴപ്പമാണത്. ചിലപ്പോ എന്റെ വാച്ചിന്റെ തകരാറ് കൊണ്ടും ഈ മെഷീന് സംഭവിച്ചു കാണാം. അല്ലെങ്കിൽ ഞാനും മറ്റുള്ളവരെ പോലെ നാളത്തെ കാര്യം ഓർക്കാൻ പറ്റില്ലല്ലോ. ഈ മെഷീന് ഒരു കുഴപ്പമില്ലല്ലോ. മെഷീനിൽ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഇന്നലെ എണ്ണാൻ തുടങ്ങിയ ശേഷം എല്ലാം മാറ്റം വന്നത്. അപ്പൊ നമ്മൾ എണ്ണുന്ന സമയത്ത് മെഷീന്റെ അടുത്ത് കൂടി ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കേണ്ടി വരും. പുതിയ വർഷം തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞുപോയ വർഷത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. പക്ഷേ അതിനു മുമ്പ് പുതിയ വർഷം വരവേൽക്കാനായി നമുക്ക് എണ്ണാൻ തുടങ്ങാം. വേദാനഗരത്തിന്റെ എല്ലാ റെക്കോർഡിങ്ങും നമ്മൾ മോഷ്ടിച്ചിരിക്കും. ആരെല്ലാം ബാങ്കിന്റെ പാസ്വേഡ് ഉപയോഗിച്ചിട്ടുണ്ടോ അത് മുഴുവനും നമ്മൾ മോഷ്ടിച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ കൈക്കലാക്കും. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൈസ മോഷ്ടിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ നടന്ന കുഴപ്പത്തിനൊക്കെ കാരണം ഈ 2 തടിയന്മാരെ ഒപ്പിച്ച പണിയാണെന്ന് തോന്നുന്നു. ഞാൻ എങ്ങനെയും ആ മെഷീനിൽ വെള്ളം വീഴുന്നത് തടഞ്ഞേ പറ്റൂ. ഭീംസിംഗ്, നിക്കൂ, ഒരാവശ്യമില്ല. അല്ല, ഈ പണി എത്ര എളുപ്പത്തിലാണ് നടന്നിരിക്കുന്നേ. എത്രയും പെട്ടെന്ന് പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് നേരത്തെ അവിടെ എത്തണം. ആദ്യം ഈ ഡോഗിയെ തടഞ്ഞേ പറ്റൂ. ബോബി, വേണ്ട, നീ ഇങ്ങോട്ട് വാ. കൃത്യസമയത്താ മോൻ വന്നത്. അത് സാരമില്ല അങ്കിൾ, വീണ്ടും കാണാം. കൂട്ടുകാരെ, ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി എനിക്കെല്ലാം അറിയാം. ശിവ, നീ വന്നതേ ലേറ്റാണ്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇല്ലില്ല, ഞാൻ സത്യം പറയുന്നേ. നിങ്ങൾ വേണമെങ്കിൽ ഈ മെഷീൻ നോക്കിക്കേ, ദിവസം മുഴുവനുള്ളത് റെക്കോർഡ് ഇതിലുണ്ട്. ഇനി നീ ആലോചിക്കുന്നുണ്ടാവും നിന്റെ ഗിഫ്റ്റിനെ കുറിച്ച് ഈ മെഷീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുന്നു. അങ്ങനെ സർപ്രൈസ് എല്ലാവരും അറിയുന്നു. പിന്നെ രേവ, നീ ഞങ്ങൾക്ക് ഓരോ ജോലി തരാനായിട്ട് നീ ഒരു ലിസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അതില് ഞാൻ ബലൂൺ വീർപ്പിക്കുന്ന ജോലി, യൂടി ഫുഡ് കൗണ്ടർ നോക്കുന്ന ജോലി, പിന്നെ ആദ്യം നീയും സ്റ്റേജ് റെഡിയാക്കുന്ന ജോലി. ഇനി ഒട്ടും നേരം കളയാതെ ആ 2 ഗുണ്ടന്മാരെ തടഞ്ഞേ പറ്റൂ. ആ 2 പേര് ഈ വണ്ടിയിലാണ് പോകുന്നത്. വേഗം അതും തടയണം. ശിവ, എന്തുകൊണ്ട് ഇത്ര നേരമായിട്ട് വരാഞ്ഞേ? പറയൂ മിസ്റ്റർ ഹാക്ക്, നിനക്ക് എന്താണ് വേണ്ടത് ഞാൻ ഉണ്ടാക്കിയ മെഷീനിൽ നിന്ന്? ആ മെഷീനിൽ നിന്നും ഞങ്ങൾ പാസ്വേഡ് തീർച്ചയായും എടുത്തിരിക്കും.
എന്നാ ശരി, ഞാനും കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കാണിക്കാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞുപോയ വർഷത്തിന്റെ അവസാന നിമിഷങ്ങൾ വീണ്ടും നമുക്ക് കാണാം. നമ്മുടെ വേദ നഗരം ഇതേപോലെ എന്നെന്നും സന്തോഷമായിരിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. അവസാനം പുതിയ വർഷം എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. Watch India's largest kids library only on Jio Hotstar. Download the app now.